സർ, നമ്മുടെ പ്രധാനമന്ത്രി മോദി 8 ദിവസങ്ങളിലായി 5 വിദേശ രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ചൈനയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബ്രസീലിലേക്ക് കൂടി പോകുന്നുണ്ട് എന്നറിയുന്നു. ഇത് എങ്ങനെയായിത്തീരും? ഈ ഒരു വിദേശ പര്യടനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഏത് രീതിയിലേക്ക് എത്തിച്ചേരും? നമ്മൾ ഏതെങ്കിലുമൊക്കെ രാജ്യവുമായിട്ട് നമ്മൾ പോകുമ്പോൾ ആ രാജ്യത്ത് ചുമ്മാ എന്തെങ്കിലും ഫ്ലൈറ്റ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ല ചെയ്യുന്നത്. ആ രാജ്യവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം, ആ രാജ്യം വിളിക്കുന്നതാവാം. ഇന്ത്യ പോലെ രാജ്യത്തെ വിളിക്കുന്നതാവാനാണ് സാധ്യത. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് പ്രതിരോധ കരാറും വ്യാപാര കരാറും മറ്റു കരാറുകളും ഒക്കെ ഉണ്ടാവും. നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. ആ ബ്രസീലിലെ ചൈനയുമായിട്ട് കൂടുതൽ ബന്ധമുള്ള രാജ്യം. ഈ ചൈനയുമായിട്ടാണ് ആയുധങ്ങൾ മേടിക്കുന്നതിനകത്തും മറ്റു കരാറുകൾ ഏർപ്പെടുന്നതിനകത്തും താല്പര്യമുള്ളതും ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്നു. അത് തുർക്കിയുടെ കാര്യം അറിയാം. തുർക്കി ഈ പറഞ്ഞതുപോലെ നമ്മളുമായിട്ടല്ലല്ലോ ആയുധങ്ങൾ മേടിക്കുന്നതിന് തുർക്കി ബന്ധമുള്ളത്. അപ്പം ഈ ഇന്ത്യയുമായി അർമേനിയക്ക് ബന്ധം, തുർക്കിയുമായിട്ട് അസർബൈജാന് ബന്ധം, കാരണം ഈ യുദ്ധവും അർമേനിയുമായിട്ടുള്ള യുദ്ധവും ഒക്കെ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പം നമ്മളെ ഈ സിന്ധൂരിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച, സിന്ധൂർ നമ്മളിപ്പോ പറയുമ്പോഴും അതിന് മുമ്പേ നമ്മളിപ്പോ ആയുധ കച്ചവടം വളരെ വലിയ വിധത്തിൽ ചെയ്യുന്നുണ്ട്. കാരണം ഏതാണ്ട് 25,000 കോടി ഡോളറിന്റെ ആയുധ കച്ചവടം ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിന്ധൂരിന് മുമ്പ് തന്നെ അത് ഏതാണ്ട് 30,000 കോടി രൂപയിലോളം വരുമായിരുന്നു. നേരത്തെ 2014 ശേഷം വെറും 600 കോടി കിടന്നതാ. 600 കോടി. വിശ്വസിക്കുക, ഇന്ത്യയുടെ ആയുധം കച്ചവടം അന്ന് 600 കോടിയായിരുന്നു. അപ്പൊ ഇപ്പൊ അത് 25,000 കോടിക്കകത്തുനിന്ന് 30,000 കോടിക്കകത്തുനിന്ന് സിന്ധുവിന് ശേഷം ഇതിന്റെ ഡിമാൻഡ് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ടാണ് ടാറ്റയും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പല പ്രൈവറ്റ് കമ്പനികളെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കിക്കൊണ്ട് നമ്മൾ ആയുധം വലിയ വലുപ്പത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം തുർക്കിയുടെ കയ്യിൽ നിന്ന് ആയുധം മേടിച്ചപ്പോൾ നമ്മുടെ ആയുധം ഈ അർമേനിയക്ക് കൊള്ളത്തില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ബാക്ക് ഡോറിൽ കൂടെ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് ആ സാധനമെല്ലാം തന്നെ, നമുക്ക് ആ മറ്റേ മിസൈലും ആ ചെറിയ സാധനങ്ങളും ഒക്കെ നമുക്ക് വേണം നമ്മള് എന്ന് പറഞ്ഞ് സമീപിച്ചു. പക്ഷെ നമ്മളെ ഈ ഇന്ത്യയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് സത്യത്തിന്റെ ഒരു രാജ്യമാണ്. നെറികേട് കാണിക്കത്തില്ല. ചേട്ടൻ ഈ അമേരിക്കയുടെ കൂട്ട് ശത്രുവിനും പിതൃത്വനോട് സാധനം കൊടുക്കത്തില്ല. അപ്പൊ നമ്മൾ അർമേനിയക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അസർബൈജാന് തരാൻ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ രാജ്യത്തിനും വിശ്വാസം. നെറികേടെന്ന് പറയുന്ന സാധനം കാണിക്കില്ല, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇത് കാണിക്കത്തേയില്ല. അപ്പം ഈ അവസരത്തിലാണ് ചൈനയുടെ ഇന്ന് ഇപ്പൊ അവരുടെ കയ്യിൽ സ്കൈ ഡ്രാഗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ള പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പൊ അതിനെ മാക്കിക്കൊണ്ട് നമ്മുടെ ആകാശ് പ്രതിരോധ സംവിധാനം അറിയാമല്ലോ, S-400 വെച്ച് നമുക്ക് അതിന്റെ മൊണോപ്പൊളി തന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി പണിഞ്ഞാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനത്തിന് ആക്കിയെടുത്തത്. S-400 റഷ്യയിൽ ഉപയോഗിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവിടെ വെച്ചാൽ നടക്കുന്നത്. നമ്മൾ S-400 അകത്ത് നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മൾ ഇന്ത്യയുടെ ടെക്നോളജി അല്ലെങ്കിൽ ഇന്ത്യ ശാസ്ത്രജ്ഞന്മാരെ വികസിപ്പിച്ചെടുത്ത് വേറൊരു പ്രതിരോധ സംവിധാനത്തിലേക്ക് പോകും. അപ്പൊ ആകാശ് പ്രതിരോധ സംവിധാനം ഇപ്പൊ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിന്ധുവിന് ശേഷം അത് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ വലിയ കരാറുകൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നത് പോലെ ഇവിടെ അവർക്ക് നിർമ്മിക്കാം. ഇവിടെ പല ആയുധങ്ങളും പുതിയ ആയുധങ്ങളും ഇപ്പൊ നിർമ്മിച്ചെടുത്തേക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും സഹകരണ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാം എന്നുള്ള രീതിയിലേക്ക് പല കരാറുകളും ഒപ്പിടുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ തേജസ് യുദ്ധവിമാനം മേടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ബ്രസീൽ C-390 മിലേനിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇങ്ങോട്ട് മേടിക്കുന്നു. അപ്പം അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ 2 കമ്പനികൾ ടോർസ് CBCI ഇന്ത്യയിൽ നിക്ഷേപവും ആയുധ നിർമ്മാണവും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പല രീതിയിലും ഇന്ത്യയുമായിട്ട് പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു ബ്രസീൽ. അപ്പൊ നമ്മളിവിടെ ഞാൻ മുമ്പേ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ചോദിക്കുമല്ലോ, നമ്മുടെ എല്ലാവരുടെയും വിചാരം ഈ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്ന പോലെയാണ് വിചാരിക്കുന്നത്, ഈ നരേന്ദ്രമോദി പോകുന്നത്. അല്ല, ഈ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നത് എന്തിനാന്ന് അല്ലെ അയാൾക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല എന്നുള്ള ഈ നാ ചന്തയിൽ പോകുന്ന പോലെ എന്ന് പറയും. ചന്തയിൽ പോകുന്നെന്ന് പറയും. നമ്മൾ ചന്തയിൽ പോകുന്നത് എന്തിനാ? നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചന്തയിലോട്ട് പോകുന്നതിന് മുമ്പേ എന്തൊക്കെ വേണം ചോദിച്ചിട്ട്, അത് മീൻ വേണം, മരക്കറി വേണം, അല്ലെങ്കിൽ പടവലങ്ങ വേണം, പാവയ്ക്ക വേണം, കോവയ്ക്ക വേണം, ലിസ്റ്റും ഒക്കെ ആയിട്ട് പോകും. നമ്മുടെ കൂടെ തന്നെ മുമ്പും പറയാട്ടി നായ്ക്കളും പോവും. അവരവിടെ ചെല്ലുന്നു, തിരിച്ചു പോകുന്നു. എന്ന് പറഞ്ഞതാണ്, മോദി പോകുന്നതിന് ടാർഗറ്റ് ഉണ്ട്, ലക്ഷ്യമുണ്ട്. ഒരു രാജ്യത്തിറങ്ങിയാൽ ആ രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആ രാജ്യത്തിനും നമ്മളുടെ രാജ്യത്തിനും ഗുണമുണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. പണ്ടറിയാമോ, ഈ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്രത്തിന്റെ ഒരു ബലം ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഓർമ്മ കാണും, പാം ഓയിൽ ഇറക്കുമതി മലേഷ്യയിൽ നമ്മുടെ
മലേഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. മലേഷ്യയിലെ ഏറ്റവും വലിയ കയറ്റുമതി ചെയ്യുന്ന സാധനവും പാം ഓയിൽ. അവിടെ വരുമാന മാർഗത്തിന്റെ, അവിടെ എക്കണോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അവിടുന്ന് പാലം ഇറക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇല്ല ചില ചൊറിച്ചിലുണ്ടല്ലോ. നമ്മുടെ ഈ കാശ്മീരിലെ ഒരു വിഷയം വന്നപ്പോൾ ഇയാൾ കയറി ഒരു അഭിപ്രായം പറഞ്ഞു. അവിടുത്തെ പ്രധാനമന്ത്രി, കാശ്മീർ ശരിയല്ല, ഇന്ത്യ കാണിക്കുന്നത് ശരിയല്ല. നരേന്ദ്രമോദി പറഞ്ഞു അവിടെ നിൽക്കട്ടെ, പാം ഓയിൽ ഇപ്പൊ ഈ പറഞ്ഞ സമയം വരെ മതിയെന്ന്. പാം ഓയിൽ ഇറക്കുമതി അങ്ങ് നിർത്തി. ഏതാണ്ട് 68% പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ ആയിരുന്നു അവന്റെ എക്കണോമി. അറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് 300 നമ്മുടെ ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ, ബാരൽ കണ്ടെയ്നർ, ആ സാധനം അവിടെ ഹോൾഡായി. അവസാനം ഈ പറഞ്ഞതുപോലെ ആ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഈ ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള പാമൂല എന്ന് പറഞ്ഞാൽ ആ രാജ്യം പോയി. നാളെക്കാലത്തെ പൈസ വേണ്ടേ? അത്രയ്ക്ക് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ വരെ താഴെയിടാൻ പ്രാപ്തമാവുന്ന ഒരു മഹാരാജ്യമായിട്ട് മാറിയിരിക്കുക ഇന്ത്യ. അതുകൊണ്ടാ പണ്ടത്തെ പല ആൾക്കാരും വന്നിട്ട് ഇന്ത്യ പറഞ്ഞാട്ട് പല അഭിപ്രായം വരുമ്പോ ഇന്ത്യയുടെ അഭിപ്രായം ചോദിക്കണം. പണ്ടെന്തായാലും ചോദിക്കാൻ? പണ്ട് ഇന്ത്യയുടെ ഭൂപടം ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നേ. മനസ്സിലാവുന്നുണ്ട്? അന്നും ഇപ്പൊ 150 ഉണ്ടെങ്കിൽ അന്നും 100 കോടി ജനമുണ്ട്, അന്നും പ്രധാനമന്ത്രി ഉണ്ട്, അന്നും നമുക്ക് രാഷ്ട്രപതി ഉണ്ട്, കേന്ദ്രമന്ത്രിസഭയുണ്ട്, സംവിധാനങ്ങളുണ്ടോ? എന്താ ഇപ്പൊ ചോദിക്കാഞ്ഞേ? അപ്പം നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് ഇന്ത്യയെ എല്ലാ രീതിയിലും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നുണ്ടാ. ഇപ്പം വിളിച്ചിട്ട് ഞങ്ങൾക്ക് സുഖോയ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശ് മിസൈൽ വേണം, ഞങ്ങൾക്ക് പ്രതിരോധ സംവിധാനം തരണം, ഞങ്ങൾക്ക് അവിടോട്ട് ആ രാജ്യമായിട്ട് പ്രതിരോധ കരാറിൽ ഒപ്പിടാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് കച്ചവടത്തിന് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് കുറെ സാധനം കയറ്റുമതി ചെയ്ത് തരണം, ഞങ്ങളുടെ ഈ സാധനം ഇവിടുന്ന് മേടിക്കണം. അറിയാമോ? നേരത്തെ GCC രാജ്യങ്ങളുടെ മാത്രം മൊണോപ്പൊളി ആയിരുന്നു ഈ പറയുന്നത് പോലെ ക്രൂഡ് ഓയിൽ. സൗദി പറയുമായിരുന്നു ക്രൂഡ് ഓയിലിന് 100 രൂപ ഞങ്ങൾ തീരുമാനിച്ചു ബാരലിന്. 100 രൂപ തീരുമാനിച്ചിട്ട് ഞങ്ങൾ എടുത്തോളാം. അടുത്ത ദിവസം 110 രൂപ. നമ്മുടെ സ്വർണത്തിന് ഭീമാക്കാരൻ വിലയിടുന്ന പോലെ മോദി അതങ്ങ് മാറ്റി. ഇപ്പൊ 10-40 രാജ്യം, ഇപ്പൊ ഈ രാജ്യങ്ങളും എല്ലാം പ്രകൃതി സമ്പത്തുകളും അല്ലെങ്കിൽ മിനറൽസും ഈ പറയുന്നത് പോലെ ക്രൂഡ് ഓയിലും ഒക്കെ ഉള്ള രാജ്യമാണ്. സ്വർണ്ണം ഉൾപ്പെടെ ഇവിടുന്ന് എല്ലാം കരാറാക്കും. ഇപ്പൊ റഷ്യ നമ്മുടെ അടുത്ത് പറഞ്ഞ റഷ്യ ആളെ നിർത്തിയാൽ നമുക്ക് വേറെ മേടിക്കാൻ പറ്റും. ആർക്കും നമ്മളെ ഈ പറഞ്ഞ പാം ഓയിൽ നിർത്തിയോളം നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ആർക്കും നമ്മളെ നിർത്താൻ പറ്റത്തില്ല. ലോകത്തുടനീളമുള്ള രാജ്യങ്ങളുമായിട്ട് കരാറുണ്ട്. പണ്ട് 20 രാജ്യവുമായിട്ടാണ് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിന് കരാറുണ്ട്. ഇപ്പൊ 40, ഇനി നാളെ 60 ആക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മളുടെ കൂടെ കൂടാൻ ആളുണ്ട്. ചൈനയുടെ ഭാഗത്ത് നിൽക്കുന്നവൻ ചൈനയെ കാട്ടി വിശ്വാസത്തിൽ എടുക്കുന്ന ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആയുധം മതി, ഇന്ത്യയുമായിട്ട് ബന്ധം മതി, ഇന്ത്യയുമായിട്ട് കരാർ മതി, ഇന്ത്യയെ വിശ്വസിക്കാം, ഇന്ത്യയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് ഉരുത്തിരിക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ വളർത്തിയെടുക്കുന്നതിനും ഏതെങ്കിലും ഒരു അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒക്കെ രാജ്യം നമ്മളോട് പിണങ്ങിയാൽ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മിനറൽസിന്റെ അഭാവം ലോകത്തൊരുപാടും ഉണ്ട്. T&D എന്ന് പറഞ്ഞ ഇപ്പൊ പോകുന്ന രാജ്യത്തിനകത്ത് മിനറൽസിന്റെ കയറ്റുമതി അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ആ രാജ്യമായിട്ട് നമ്മൾ കരാറാ. നമുക്ക് മിനറൽസ് വേണം. നേരത്തെ ഈ പറഞ്ഞതുപോലെ മിനറൽസ് തരുന്ന കാര്യത്തിൽ ചൈനയുമായിട്ട് ചൈനയൊന്ന് കയറി മസിൽ പിടിച്ചു, നമ്മളത് ഓവർകം ചെയ്തു. അപ്പം അമേരിക്ക നിലക്ക് നിർത്തി എങ്ങനെ? ചൈന മിനറൽസ് തരത്തില്ലെന്ന് പറഞ്ഞു. അമേരിക്ക വലിയ രാജ്യമാണല്ലോ, എല്ലാം കയ്യിലിരിക്കുന്നു, എന്താ മിനറൽസ് ഇല്ല. അപ്പൊ ഇത് ഓരോ മൊണോപ്പൊളി ഉണ്ട്, ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കുള്ളതും ഇന്ത്യ കണക്ക് കൂട്ടുന്നതും അല്ലെങ്കിൽ ഇന്ത്യ പോകുന്നതും അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടാണ്. ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ദിവസം അടിയുണ്ടാവുന്നു, യുദ്ധം ഉണ്ടാവുന്നു നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. സിന്ധു നദീജല കരാറ് റദ്ദ് ചെയ്യുമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഗ്രസ്സുകാരൻ കളിയാക്കിയല്ലോ. മോദി പലവട്ടം പറഞ്ഞു വെള്ളവും രക്തം കൂടെ ഒരുമിച്ചൊഴുകത്തില്ലെന്ന്. അവസാനം അദ്ദേഹം, നമ്മൾ ആരും കരുതി, നമ്മളെല്ലാം പറഞ്ഞല്ലോ സിന്ധു നദീജല വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ വെള്ളം എങ്ങോട്ട് ഒഴുകി വരും? അയാൾ 2014 കയറിയപ്പം ഇന്നലെ 25-ലാ യുദ്ധം നടന്നത്. അന്ന് കനാല് വെട്ടി. ഓർമ്മയുണ്ടോ? അതാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി. എത്ര ദീർഘവീക്ഷണമുള്ളവനാ. അന്ന് കനാല് വെട്ടിയിട്ടു നീ തൊഴിൽ കാണിക്കും, എന്നെങ്കിലും ഇത് അടയ്ക്കേണ്ടി വരും. ഈ കനാലിൽ കൂടെ വെള്ളം നമ്മുടെ പല സ്റ്റേറ്റുകളിലും, രാജസ്ഥാനിൽ കൊണ്ടുവരാം, ഡൽഹിയിൽ കൊണ്ടുവരാം, പഞ്ചാബിൽ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാൻ അന്നേ തീരുമാനിച്ചു. അത്രയ്ക്ക് ഒരു വലിയ ആള് തന്നെയാണ് അദ്ദേഹം. അപ്പൊ അത് നമുക്ക് അഭിമാനിക്കാം. അപ്പം അതുകൊണ്ടാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ചൈനയും വിട്ട്, അമേരിക്കയും വിട്ട്, അല്ലെങ്കിൽ റഷ്യയും വിട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് കൂട്ടുപിടിക്കുന്നതിന് തയ്യാറാവുന്നത് ഒന്നിച്ചു കൂടിയാൽ രക്ഷപ്പെടാം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാതെ നമ്മുടെയൊക്കെ സൗന്ദര്യവും നരേന്ദ്രമോദിയുടെ താടിയുടെ മിനുക്കും ഒന്നും കണ്ടിട്ടല്ല. കാര്യം ഇതാണ്, രക്ഷപ്പെടാം.